വെൽക്കം ബാക്ക് ടു സമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജനറൽ പ്രിൻസിപ്പിൾ പറഞ്ഞു, ജനറൽ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു, സൈഡ് വർക്ക്സ് പറഞ്ഞു. ഇന്നത്തെ സെക്ഷനിൽ പറയാൻ പോകുന്ന ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ സി ആണ്, കോൺക്രീറ്റ് വർക്ക്. കോൺക്രീറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന്. ആഫ്റ്റർ വി കംപ്ലീറ്റഡ് ദ സൈറ്റ് വർക്കിൽ നമ്മൾ പഠിച്ചതിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ തന്നെയാണ് കോൺക്രീറ്റ് വർക്ക് എന്ന് പറയുന്നത്. ഒരു ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ ഔട്ട്ലൈൻസ് ദ മെഷർമെൻറ്റ് മെത്തേഡ് for various concrete elements in construction project. This section is crucial for accurate quantity estimation and cost calculation. ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻ്റാണ് ഇവിടെ നടക്കുന്നത് കോൺക്രീറ്റ് എലമെൻറ്റ്സിൻ്റെ. അതേപോലെ തന്നെ ക്രൂഷ്യലായിട്ടും ക്വാളിറ്റി എസ്റ്റിമേഷൻ, കോസ്റ്റ് കാൽക്കുലേഷൻസിനൊക്കെ ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു സെക്ഷൻ പറയുന്നത്. അതിൻ്റെ ഇതിൽ റീൻഫോഴ്സ്ഡ് ആൻഡ് പ്ലെയിൻ കോൺക്രീറ്റിൻ്റെ, വോൾസ് ആൻഡ് റീൻഫോഴ്സ്മെൻറ്റിൻ്റെ, ഹൊറിസോണ്ടൽ സർഫസ്, അങ്ങനെ കുറേ ഡിവിഷൻസ് ഉണ്ട്. ആ ഒരു ഡിവിഷൻസിൽ ഒരു പർട്ടിക്കുലർ മാറ്റേഴ്സിനെ കുറിച്ച് അവർ ഡിസ്കസ് ചെയ്യും. മെയിൻലി അതിൽ കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ബേസ്ഡ് ഓഫ് കോൺക്രീറ്റിൻ്റെ ബേസ്ഡ് ആയിട്ട് എന്തൊക്കെയാണ് കോൺക്രീറ്റിൽ വേണ്ടത്, ഒരു കോസ്റ്റ് എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി എസ്റ്റിമേഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡാറ്റാസ് വേണ്ടത് എന്നാണ് ഭൂമിയിൽ പറഞ്ഞിട്ടുള്ളത്, പ്രിൻസിപ്പിൾ ഓഫ് മെഷർമെൻറ്റ് ഇൻ്റർനാഷണലിൽ. ഇതിൽ എന്താ വെച്ചാൽ ഹൊറിസോണ്ടൽ സർഫസ് പറഞ്ഞാൽ അണ്ടർ സ്പെസിഫൈഡ് അതർവൈസ് ദിസ് ആർ അസ്യൂംഡ് ടു ബി ഡാംപ്ഡ്. ഹൊറിസോണ്ടൽ സർഫസ് എന്താണ്? ആ ഒരു സർഫസിൽ നമ്മളിപ്പോൾ കോൺക്രീറ്റിനെ മെഷർ ചെയ്തിട്ട് അതിൻ്റെ മിക്സിങ് കഴിഞ്ഞിട്ട് പ്ലേസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ഡാമ്പ് ചെയ്തിട്ട് ഒന്നെങ്കിൽ വൈബ്രേഷനായിട്ട് മാനുവൽ ഡാമ്പിങ് ഉണ്ടാവും, അല്ലെങ്കിൽ വൈബ്രേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഡാമ്പ് ചെയ്യും. അതിൻ്റെയൊക്കെ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡാറ്റാസ്, അതിൻ്റെ ഒരു നമ്മൾ ബിൽഡിംഗ് റൂൾസൊക്കെ ഉപയോഗിച്ചിട്ടല്ല നമ്മൾ എല്ലാതും ചെയ്യുക, എല്ലാവർക്കും. നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ കൂടി നമ്മൾ ബിൽഡിംഗ് റൂള് അതിന് ഇത്ര നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇത്ര സ്പേസ് വേണം വീട്ടിലേക്ക്, അല്ലെങ്കിൽ സൈഡ് ടു സൈഡ് ഇത്ര വേണം, അങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലേ. ആസ് പെർ ദാറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും നോക്കുന്നത്. ഇതിൽ റീൻഫോഴ്സ്മെൻറ്റ് പറയുമ്പോൾ മെഷേർഡ് ബൈ വെയ്റ്റ് ഫോർ ബാർ റീൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ബൈ ഏരിയ ഫോർ ഫാബ്രിക് റീൻഫോഴ്സ്മെൻറ്റ്. ഇതിൽ ഷട്ടറിങ് ഉണ്ട്, മെഷേർഡ് ബൈ ഏരിയ ഫോർ മോസ്റ്റ് എലമെൻറ്റ്സ് വിത്ത് സ്പെസിഫിക് മെഷർമെൻറ്റ് ഫോർ എഡ്ജസ്, ഗ്രൂവ്സ് ആൻഡ് സ്പെഷ്യൽ ഫിനിഷസ്. ഇതൊക്കെ നല്ല വിശദീകരിച്ച് അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാനിതൊരു ജസ്റ്റ് ഷോർട്ട് നോട്ട് ആക്കിയിട്ട് പറഞ്ഞു തരിക എന്നുള്ളൂ. വളരെ എലാബറേറ്റ് ചെയ്തിട്ട് അതിൽ ഇലിസ്ട്രേഷൻ ചെയ്തിട്ട് നമുക്ക് ആ ഭൂമി ഇതിൽ കിട്ടും. ഓരോ പോയിൻറ്റ് വൈസ് ആക്കിയിട്ട് C.1 അങ്ങനെ പറഞ്ഞിട്ട് കിട്ടും. ഇതിൽ പ്രീകാസ്റ്റ് കോൺക്രീറ്റിനെ കുറിച്ചുണ്ട്. ഇൻക്ലൂഡഡ് മെഷർമെൻറ്റ് ഫോർ മോൾഡ്, റീൻഫോഴ്സ്മെൻറ്റ്, സ്ലാബ്, ലിൻഡൽ, സ്ട്രക്ചറൽ യൂണിറ്റ് ആൻഡ് പാഡ് സ്റ്റോൺസ്. പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് മെഷർഡ് ബൈ വോളിയം വിത്ത് റീൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഷട്ടറിങ് മെഷേർഡ് സെപ്പറേറ്റ്ലി. പിന്നെ സെൻറ്ററീസിൽ ഇൻക്ലൂഡ് സർഫസ് ഫിനിഷസ്, എക്സ്പാൻഷൻ മെറ്റീരിയൽസ്, ജോയിൻറ്റ്സ്, ഫിക്സിങ് ആൻഡ് മോഡ്സ്. സോ ഇതിൽ നമുക്ക് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ ഒരു നമ്മൾക്ക് കോൺക്രീറ്റിങ്ങിൻ്റെ എല്ലാ രീതിയിലുള്ള കോൺക്രീറ്റിനെയും നമ്മൾ പറയുന്നത് പ്രീകാസ്റ്റ് കോൺക്രീറ്റ്, ഇൻക്ലൂഡിങ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ആൾസോ. പ്രീകാസ്റ്റ് കോൺക്രീറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു ഇത് തൊട്ടിട്ട് നമുക്ക് കോൺക്രീറ്റിൻ്റെ സെക്ഷൻസിനെ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇതിൽ നെക്സ്റ്റ് പറയുന്നത് ദിസ് സെക്ഷൻ പ്രൊവൈഡ്സ് എ കോംപ്രഹെൻസീവ് ഫ്രെയിം വർക്ക് ഫോർ മെഷറിംഗ് കോൺക്രീറ്റ് വർക്ക്, എൻഷുറിംഗ് അക്യുറേറ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ക്വാണ്ടിറ്റി എസ്റ്റിമേഷൻ കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒരു ഫ്രെയിം വർക്ക്, കോൺക്രീറ്റ് വർക്കിൻ്റെ ഒരു ഫ്രെയിം വർക്ക് മെഷറിങ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്, അത് എൻഷുർ ചെയ്യുന്നത് അക്യുറേറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി എസ്റ്റിമേഷന് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൻ്റെ അക്യുറേറ്റ് ആയിട്ട് ക്വാണ്ടിറ്റി എസ്റ്റിമേഷനെയാണ് ഇത് മെൻഷൻ ചെയ്യുന്നത്, ഇത് എൻഷുർ ചെയ്യുന്നത്. സോ ഇത് കോൺക്രീറ്റ് സെക്ഷൻ സി ആണ്. സെക്ഷൻ GP പറയുന്നത് ജനറൽ പ്രിൻസിപ്പിൾ ആയിരുന്നു. സെക്ഷൻ A എന്ന് പറയുന്നത് എന്തായിരുന്നു, ജനറൽ റിക്വയർമെൻറ്റ്സ് ആയിരുന്നു. സെക്ഷൻ B എന്ന് പറയുന്നത് സൈറ്റ് വർക്ക് ആയിരുന്നു. സോ ഇത് സെക്ഷൻ C കഴിഞ്ഞ് സെക്ഷൻ D മെഷനറി എന്താ നമുക്കറിയാം. മെഷനറി എന്ന് പറയുന്ന പടുക്, നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീനറി ഉപയോഗിച്ചിട്ടാണ് പടുക്കുക.
അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു സൈറ്റ് വർക്ക് ഒരു കെട്ടിടമോ എന്തെങ്കിലും നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം സൈറ്റ് ക്ലിയറൻസ് ചെയ്യും. സൈറ്റ് ക്ലിയറൻസ് ചെയ്തിട്ട് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യും. എക്സ്കവേറ്റ് ചെയ്തിട്ട് PCC ചെയ്യും. അതിനുള്ള ഫൗണ്ടേഷൻ, അങ്ങനെ അത് ഇങ്ങനെ മുകളിലോട്ട് ബേസ്മെൻറ്റായിട്ട് അങ്ങനെ മുകളിലോട്ട് പിന്നെ എന്താ പറയുക മെഷീനറി വെച്ചിട്ട് നമ്മളതിനെ പടുത്ത് കൊണ്ടുവരും സ്ലോപ്പ്. അതൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രോപ്പറായിട്ടുള്ള സൈസ് ആൻഡ് ഷേപ്പ് അറേഞ്ച്മെൻറ്റ്സൊക്കെ നമുക്ക് അറിയുന്നത് ഒരു കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ ഇതേപോലത്തെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കോഡ്സ് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുന്നത്. സോ NRM ആയിക്കോട്ടെ, CESWM ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു കോഡിങ് സിസ്റ്റം ആയിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ്, അക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ടുള്ള രീതികൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ D2 ആണത് വാൾസ് ആൻഡ് പിയേഴ്സ് ആണ്. വാൾസ് ആൻഡ് പിയേഴ്സ് ആർ മെഷേർഡ് ബൈ ഏരിയ. ഇൻ്റഗ്രൽ പിയേഴ്സ് ആർ മെഷേർഡ് ആസ് പാർട്ട് ഓഫ് ദ വാൾ. ഇതിൽ കാവിറ്റി വാൾസ് ക്യാൻ ബി മെഷേർഡ് ആസ് എ കോമ്പോസിറ്റ് ഓർ ഇൻഡിവിജ്വലി ഫോർ എ സ്കിൻസ് ആൻഡ് കാവിറ്റി. പിന്നെ അങ്ങനെ കുറേ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഓരോന്നിൻ്റെ സ്പെസിഫൈഡായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ മെഷീനറി ആയിക്കോട്ടെ അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിക്കോട്ടെ, ഇനി അടുത്ത് വരാൻ പോകുന്ന കുറേ സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ ABCD സെക്ഷൻ GP തൊട്ടിട്ട് നമുക്കിതിൽ പറയാനുണ്ട്. സോ സെക്ഷൻ GP തൊട്ടിട്ട് ജനറൽ പ്രിൻസിപ്പിൾ ടു എല്ലാതും നമ്മൾ സെക്ഷൻ വൈസ് പഠിച്ചു വെക്കുക. സെക്ഷൻ GP ഇന്നതാണ്, സെക്ഷൻ A ഇന്നതാണ്, അതിൽ ഇന്ന അതൊക്കെ പോലെയാണെന്ന് പറയുന്നത് ജസ്റ്റ് ഷോർട്ട് നോട്ടാക്കി ഇതേപോലത്തെ ഷോർട്ട് നോട്ടാക്കിയിട്ട് പഠിക്കുക. വായിച്ച് നോക്കിയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ശേഷം പഠിക്കുക. ഇത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. സോ അടുത്തത് സിൽസ് കോപ്പിങ് ആൻഡ് ആർക്സ് ആർ മെഷർഡ് ബൈ ദ ലെങ്ത്. D4 reinforcement is measured according to the specified clause fabric requirement. ഇതിൽ ക്ലോസ് വന്നിട്ടുണ്ടാവും കണ്ടോ. C3 പറയുന്നത് എന്താ സെക്ഷൻ C എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആണ്. സോ നമ്മൾക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് മെഷേർഡ് അക്കോർഡിംഗ് ടു ദ സ്പെസിഫൈഡ് ക്ലോസ്. അവിടെ ക്ലോസ് കൊടുത്തിട്ടുള്ളത് C3 ആ ഒരു C3 വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ റെഫർ ചെയ്യുന്നത്. ഇതേപോലെ കുറേ ക്ലോസസ് നമുക്ക് ഇതിൽ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു വർക്ക് എടുക്കുകയാണെങ്കിൽ അതിലൊരു മെഷീനറിയോ അല്ലെങ്കിൽ കോൺക്രീറ്റ് മാത്രമല്ല ഉണ്ടാവുക, അതിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഫ്രം ദ ബോട്ടം ടു സബ്സ്ട്രക്ചറും അല്ലെങ്കിൽ സൂപ്പർ സ്ട്രക്ചറും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരുപാടുണ്ട്. മെഷീനറി, മെറ്റൽ വർക്ക്സ്, കോൺക്രീറ്റ് അങ്ങനെ തുടങ്ങുന്ന ഒരുപാടുണ്ട്. സോ അതിൻ്റെയൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്. ബോത്ത് ഓഫ് ദം ആർ ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് കൊടുക്കും. സോ ദാറ്റ് അത് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ക്ലോസ് വെച്ചിട്ടായിരിക്കും ചിലതിൻ്റെയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ സെൻറ്റേഴ്സ് അറിയുമ്പോൾ കോൺക്രീറ്റ് ഫില്ലിംഗ് ഇൻ കാവിറ്റീസ് ഇസ് മെഷേർഡ് ബൈ ഏരിയ. എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് ആർ മെഷേർഡ് ബൈ ലെങ്ത്. എയർ ബ്രിക്സ് ആർ കൗണ്ടഡ് ബൈ നമ്പേഴ്സ്. കോൺക്രീറ്റ് ഫില്ലിംഗ് ചെയ്യുന്നത് കാവിറ്റിയിൽ ഫില്ല് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏരിയയുടെ അടിസ്ഥാനത്തിലാണ്. എക്സ്പാൻഷൻ ജോയിൻറ്റ്സ് ലെങ്ത്തിൻ്റെ അതൊക്കെയാണ് പറയുന്നത്. നെക്സ്റ്റ് സെക്ഷൻ മെറ്റൽ വർക്ക്. മെറ്റൽ വർക്ക് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഒരുപാട് മെറ്റൽ വർക്ക്സ് നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ടൈമിൽ വരാറുണ്ട്. അത് എന്താ പറയുക ഹ്യൂജായിട്ടുള്ളത് വരാറുണ്ട്, സ്മാളായിട്ടുള്ളത് വരാറുണ്ട്. അതിൻ്റെ വെയിറ്റ് പറയുന്നത് നെറ്റ് വെയിറ്റ്, എക്സ്ക്ലൂഡിങ് റോളിങ്, മാർജിൻ, വെൽഡിങ് മെറ്റീരിയൽ ആൻഡ് ഇൻഡക്ഷൻ ഫോർ ഹോൾസ്. അതിൻ്റെയൊക്കെ എല്ലാം വർക്ക് ടൈപ്പ് ക്ലിയർലി ഇൻഡിക്കേറ്റ്സ് വെൽഡഡ് റിവറ്റ്സ് ഓർ ബോൾട്ടഡ്. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും അവിടെയുള്ള മെറ്റൽ വർക്ക്സ് ഇൻക്ലൂഡിങ് ഇപ്പോൾ എന്താണ് ഹാൻഡ് റെയിൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൈപ്പ് ഓഫ് വർക്ക്സിൻ്റെ മെറ്റലായിട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ അതിൻ്റെ ഡിഡക്ഷൻ, അതേപോലെ തന്നെ അതിൻ്റെ അഡീഷൻ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കതിൽ പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചറൽ മെറ്റൽ വർക്കാണ് മെഷർമെൻറ്റ് ബൈ വെയിറ്റ് ക്ലാസിഫൈഡ് ഇൻ കാറ്റഗറീസ് ലൈക്ക് ഗ്രില്ലേജസ്, ബീംസ്, അങ്ങനത്തെ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും നമുക്കതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇതിൽ ഫുള്ളി ക്ലിയർ ആയിട്ട് മെറ്റൽ വർക്ക്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. സോ ദാറ്റ് ഈ ഒരു സെക്ഷൻ GP തൊട്ടിട്ട് ജനറൽ പ്രിൻസിപ്പിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെക്ഷൻ A ജനറൽ റിക്വയർമെൻറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സെക്ഷൻ B സൈറ്റ് വർക്ക് ആയിക്കോട്ടെ, സെക്ഷൻ C കോൺക്രീറ്റ് വർക്ക്, സെക്ഷൻ D എന്തായിരുന്നു മെഷീനറി, സെക്ഷൻ E പറയുന്നത് എന്താണ് മെറ്റൽ വർക്ക്സ്. ഇതൊക്കെ കാണാപ്പാഠം പഠിക്കുക. ഇതിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് എന്ന്
അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുക. സോ അതിൽ മെയിൻലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ പോർഷൻസും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിലുള്ള എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് ജസ്റ്റ് റഫായിട്ടെങ്കിലും നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് വെക്കുക. പിന്നെയെന്ന് പറയണത് ഗൈഡ് ലൈൻസ് കിട്ടും, ഗൈഡ് ലൈൻസ് റെഫർ ചെയ്യുക. പെട്ടെന്ന് ചോദിക്കുമ്പോൾ മാത്രം എടുത്ത് പറയാൻ സെക്ഷൻസ് മാത്രമാണ് ജസ്റ്റ് ബൈ ഹാർട്ടായി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു.